എല്ലാ കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു ഡെമോൺസ്ട്രേഷൻ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഒരു പഴയ സിനിമാ ഗാനമുണ്ട്, ദുഃഖങ്ങൾക്ക് ഇന്ന് ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു എന്ന് പറഞ്ഞിട്ട്. ആ അവസ്ഥയിലാണ് നമ്മുടെ കേരള ഭരണം ഇപ്പോൾ പോകുന്നത്. ഭരണത്തിനെല്ലാം അവധി കൊടുത്തിട്ട് നമ്മുടെ മന്ത്രിപുങ്കവന്മാരെല്ലാവരും മധുരയിൽ പാർട്ടി കോൺഗ്രസിൻ്റെ തിരക്കിലാണ്. ഒരാഴ്ചത്തെ അതിൽ കൂടുതൽ എങ്ങാണ്ടുള്ള ഒരു മാമാങ്കമാണ് അവിടെ നടക്കുന്നത്. എന്തിനാണ് ഇത് നടത്തുന്നതെന്ന് അവർക്ക് പോലും അറിയത്തില്ല. ചുമ്മാ വേണ്ടാത്ത അവകാശവാദങ്ങളും മറ്റേ ഗോഗവിളികളും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് വെറുതെ കുറേ ലക്ഷങ്ങൾ മുടക്കി 5 സ്റ്റാർ ഫെസിലിറ്റിയിൽ കാര്യങ്ങളെല്ലാം ചെയ്ത് ചിലവാക്കി തമിഴ്നാട്ടിൽ കൊണ്ട് ഒരു മാമാങ്കം നടത്തുകയാണ്. ഇപ്പം പാവങ്ങളുടെയും മറ്റ് പട്ടിണിക്കാരുടെയും അല്ലെങ്കിൽ തൊഴിലാളികളുടെയൊക്കെ പേര് പറഞ്ഞിട്ട് പടുത്തുയർത്തിയ ഒരു പാർട്ടിയാണ്. എത്ര 50 മേളം 53-54 ദിവസമായിട്ട് ആശാ വർക്കർമാർ ഇവിടെ നരകയാതന അനുഭവിക്കുമ്പോൾ അവരെ തൃണവൽക്കരിച്ചുകൊണ്ടാണ്, അവരെ പുറംകാലിന് തൊഴിച്ചിട്ടാണ് ഇവരെല്ലാവരും കൂടെ കെട്ടും കെട്ടി ഈ മധുരയ്ക്ക് പോയിരിക്കുന്നത്. മധുരയ്ക്ക് പോയിട്ട് അവിടെ നടന്ന് നമുക്കിത് ഈ കഴിഞ്ഞ ദിവസത്തെ ചില വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാം. രാജേഷ് കൃഷ്ണ എന്ന ഒരാളിനെ ഈ പാർട്ടി പരിപാടികൾക്ക് ഇപ്പോൾ കാല് കുത്തരുതെന്നും പറഞ്ഞ് വിലക്കിയ ഒരു സംഭവം നമ്മൾ ഈ ചാനൽ വഴി, മെയിൻ വാർത്താ മാധ്യമങ്ങളിൽ അതില്ല, ചാനലുകളിലൂടെ നമ്മളെല്ലാവരും കേട്ട ഒരു കാര്യമാണ്. ഈ രാജേഷ് കൃഷ്ണ ആരാണെന്ന് നോക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ ബിനാമിയാണ് ഇയാൾ. യു കെയിൽ സ്ഥിരതാമസക്കാരനും യു കെയിലെ ബിസിനസ്സുകാരനും യു കെയിലെ ഒരു അധികാര ദല്ലാളനും ഒക്കെയാണ് ഈ രാജേഷ് കൃഷ്ണ. അതായത് മറ്റേ ഗോവിന്ദൻ മാഷുമായിട്ടും ഗോവിന്ദൻ മാഷിൻ്റെ മകനുമായിട്ടും തോമസ് ഐസക്കുമായിട്ടും എം പി രാജേഷുമായിട്ടും ഈവൻ പിണറായി വിജയൻ വരെ അടുപ്പമുള്ള ഒരാളാണ്. പിണറായി വിജയൻ ഈ മറ്റേ യു കെയിലെ മറ്റേ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിക്കാൻ പോയ സമയത്ത് മണിയടിക്കാനായിട്ട് കൂടെ നടന്നയാൾ ഒരാൾ ഈ രാജേഷ് കൃഷ്ണയായിരുന്നു പിടിച്ചുകൊണ്ട് നടന്നതിൽ. അപ്പോൾ ഇത് കണക്കത്തെ ഫ്രോഡുകളുമായിട്ടാണ് ഇവരുടെ കൂട്ടുകെട്ടെന്നുള്ളത് വ്യക്തമാണ്. ഈ പാവങ്ങളുടെ കാര്യവും പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നിട്ട് പാവങ്ങളെ പറ്റി 40 വട്ടം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവർ ഈ മറ്റേ അമേരിക്കയിലും യു കെയിലും ഒക്കെ ഇവരുടെ ബിസിനസ് ഇതാണ്. അമേരിക്കയിലാണെങ്കിലും അമേരിക്കയിലെ യു കെയിലും കാനഡയിലും ഒക്കെ ഈ അധ്വാനിക്കുന്ന പാർട്ടിക്ക് മറ്റേ ശാഖകളുണ്ട്. അവിടെ നിന്നൊക്കെ പാർട്ടി സമ്മേളനത്തിന് ആളിനെ വിടുന്നുണ്ട്, റെപ്രസെൻറ്റേറ്റ് ചെയ്ത ആളിനെ വിടുന്നുണ്ട്. ഇപ്പോൾ യു കെയിലെ റെപ്രസെൻറ്റേറ്റീവ് വിട്ട് തിരഞ്ഞെടുത്ത ആളാണ് ഈ രാജേഷ് കൃഷ്ണ. അയാൾ 3 5 സ്റ്റാർ ഫെസിലിറ്റിയുള്ള 3 റൂം ബുക്ക് ചെയ്തിരുന്നെന്നാണ് പറയുന്നത് ചെന്നൈയിൽ, ഈ മധുരയിൽ. പക്ഷേ അവസാന നിമിഷം ഉണ്ടായ ചില നാടകീയ സംഭവങ്ങൾ കാരണം അദ്ദേഹത്തിനോട് മധുരയിൽ കാല് കുത്തരുതെന്ന് തിട്ടൂരം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്ര ഒരു ഫ്രോഡുമായിട്ടാണ് മുഖ്യമന്ത്രിക്ക് അടക്കം ബന്ധമെന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് തോന്നത്തില്ലേ? അതേപോലെ തന്നെ ആ പാർട്ടി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ SFIയുടെ വിധി വന്നിരിക്കുന്നത്. മറ്റേ കൈക്കൂലി കേസിൽ വിചാരണ നേരിടാനായിട്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. അതേ സമ്മേളനത്തിൽ തന്നെയാണ് നമ്മുടെ ഇളമരം കരീം CATUവിൻ്റെ ഇവിടെ ഈ മറ്റേ ആശാസമരത്തിനെയൊക്കെ അങ്ങ് നഖശികാന്തര അവരെ പുച്ഛിച്ച് പുറന്തള്ളി ഗോഗ വിളിച്ച് അങ്ങോട്ട് പോയ ഇളമരം കരീമിന് മറ്റേ അറസ്റ്റ് വാറണ്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഓരോന്ന് നോക്കിയാലും എല്ലാം ഒരു സാമൂഹ്യ വിരുദ്ധ പരിപാടികളാണ് മൊത്തം നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ മറ്റേ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ശശിയുമായിട്ട് എല്ലാ പ്രമുഖ നേതാക്കന്മാരുമായിട്ടും ഈ രാജേഷ് കൃഷ്ണയ്ക്ക് ബന്ധമുണ്ടെന്നാണ് ഹർഷാദ് എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഈ ഹർഷാദ് എന്ന് പറഞ്ഞ ആളിൻ്റെ ചരട് വലി മൂലമാണ് ഇദ്ദേഹത്തിനെ പുറത്താക്കിയതെന്നാണ് അദ്ദേഹം ഈ മാധ്യമങ്ങൾക്ക് കൊടുത്ത അഭിമുഖത്തിൽ കൂടെ ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇവരുടെ ഈ പാവപ്പെട്ടവരുടെ പാർട്ടിയായ CPMൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇത് കണക്കുള്ള ഫ്രോഡുകളാണ്. ഈ ഹർഷാദ് ആരാണ്? ഈ പാർട്ടിയിലെ ആരാണ്? ഒരു പണക്കാരൻ, അവിടുത്തെ യു കെയിലോ അല്ലെങ്കിൽ ഒക്കെയുള്ള വിദേശ രാജ്യത്തുള്ള ഒരു പണക്കാരൻ. ആ പണക്കാരനാണ് ചരട് വലിച്ച് ഈ മറ്റേ രാജേഷ് കൃഷ്ണയെ ഇതിനകത്ത് പങ്കെടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചരട് വലികൾ നടത്തിയത്.
അപ്പം രാജേഷ് കൃഷ്ണയും ഈ ഹർഷാദും എല്ലാം കണക്ക് തന്നെ. ഈ പ്രധാനപ്പെട്ട CPM ഈ പാവപ്പെട്ടവരുടെ പോരാളികൾക്ക് ഇടയിൽ ഇത്രയും സ്വാധീനമുള്ള ഈ ഫ്രോഡുകളാണെങ്കിൽ ഇവർക്ക് ഈ പാവങ്ങളുമായിട്ട് എന്തു ബന്ധമാണ് അവർക്കുള്ളത്? പാവങ്ങളവിടെ സെക്രട്ടേറിയറ്റ് സമരം ചെയ്യുന്നുണ്ട്. ഇപ്പം എന്തേ മറ്റേ വേറൊരു മറ്റേ ഉദ്യോഗാർത്ഥികൾ എക്സൈസ് വകുപ്പിലെയാണെന്ന് തോന്നുന്നു, വനിതാ ഉദ്യോഗാർത്ഥികൾ പിന്നെ റാങ്ക് ലിസ്റ്റ് വന്ന ഉദ്യോഗാർത്ഥികൾ അവിടെ മറ്റേ പിന്നെ സത്യാഗ്രഹവും സമരമായിട്ട് നടക്കുന്നു. എത്രയോ പേര് സാധാരണ നമ്മൾ ഈ മറ്റേ UDFൻ്റെ സമരകാലത്താണ് ഈ സെക്രട്ടേറിയറ്റിൻ്റെ വാതിൽ ഇത് കണക്ക് സമരത്തിൻ്റെ ഒരു വേലിയേറ്റ ഒരു പ്രളയവും സമരത്തിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ കാണുന്നത്. ഇതിപ്പോൾ ഈ പാവങ്ങളുടെ പാർട്ടി ഭരിക്കുമ്പോഴത്തേക്കും സമരത്തിൻ്റെ ബഹളമാണ് അവിടെ. ആ സെക്രട്ടേറിയറ്റിൻ്റെ വാതിൽക്കൽ കൂടെ മനുഷ്യന് നടക്കാൻ ഒരു സ്ഥലമില്ല. അങ്ങ് തൊട്ട് ഇങ്ങ് വരെ മൊത്തം സമരക്കാരാണ്. ഇതുവരെ ഇങ്ങനെ ഏതൊക്കെ ഇടതുപക്ഷ മുന്നണി ഭരിച്ചിരുന്നപ്പോഴും ഇത് കണക്കൊരു സമരത്തിൻ്റെ പ്രളയം നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ അസംതൃപ്തരാണ് ഈ കേരളത്തിലുള്ളത്. എല്ലാവരും സമരത്തിനൊന്നും പോകുന്നില്ല, ബാക്കിയുള്ളവർ ഇതെല്ലാം സഹിച്ച് അടങ്ങി ഒതുങ്ങി വീട്ടിയിരിക്കുക, ഇവരുടെ മർദ്ദനവും മറ്റ് കാര്യങ്ങളും പേടിച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഈ യഥാർത്ഥ പട്ടിണി പാവങ്ങളും അല്ലെങ്കിൽ കർഷകരുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവരുടെ പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഈ പാവപ്പെട്ടവനും കർഷക പ്രവർത്തകനും ഉള്ള മാനസിക വ്യത, ഈ മാമാങ്കം ലക്ഷങ്ങൾ മുടക്കി, ലക്ഷങ്ങളാണോ കോടികളാണോ മുടക്കി ഈ മറ്റേ മധുരയിൽ നടക്കുന്ന ഈ വൃഥാ വ്യായാമത്തിന് എതിരെ ഈ പാവങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമുക്കൊന്ന് അറിയാം. അത് കാർട്ടൂൺ വെർഷനാണ്. ഞാൻ എൻ്റെ ഭാവനയിൽ വിടർന്ന ഒരു കാർട്ടൂണിൻ്റെ വെർഷനാണ്. ഈ പാവപ്പെട്ട ആളുകളെ വെച്ചുകൊണ്ട് കാശുണ്ടാക്കുന്ന ഇവരുടെ ഈ സംഭവങ്ങൾ അറിയുമ്പോൾ ഈ പാവപ്പെട്ട ആളുകളുടെ പ്രതികരണം എന്തായിരിക്കും ഈ മറ്റേ മധുരയിലെ മാമാങ്കത്തിനെ പറ്റി? അതിനെപ്പറ്റിയിട്ടുള്ള ഒരു കാർട്ടൂണാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. എല്ലാവരും മാക്സിമം സഹകരിച്ചതിന് ഷെയറും സബ്സ്ക്രൈബറും കമൻറ്റും ഒക്കെ ഇടണമെന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വരയിലോട്ട് കടക്കാം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. ഈ മധുരയിലെ മാമാങ്കത്തിൻ്റെ വാർത്തകൾ മറ്റേ അന്തർനാടകങ്ങൾ കണ്ടിട്ട് ഒരു പാവപ്പെട്ടവൻ പോവുകയാണ്. അടുത്ത് നിൽപ്പോരെ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യമെന്ന് ഉള്ളൂർ ഒരു കവിതയിൽ എഴുതിയിട്ടുണ്ട്. അത് പറഞ്ഞ കണക്കാണ് ഇവരുടെ കാര്യം. ഇവർ ഈ അടുത്ത് നിൽക്കുന്ന ആശമാരെ ഇങ്ങനെ വെള്ളത്തിലാക്കി ഇട്ടിട്ടാണ് ഇവർ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മധുരയിൽ പോയി മാമാങ്കം നടത്തുന്നത്. ഞങ്ങൾ ആന ചെയ്യും കൂന ചെയ്യും എന്നൊക്കെയാണ്. അപ്പോൾ ഇതുവരെ ഞങ്ങൾ ചെയ്തതെല്ലാം ഫ്ലോപ്പായിപ്പോയി, ഇനി തൊട്ട് ഞങ്ങൾ നല്ല വെള്ളവരാകുമെന്നാണ് ഇവരുടെ ഈ രേഖകളിലൊക്കെ പറയുന്നത്. കേരളം മോഡൽ ഇടതുമുന്നണി ഓരോ സംസ്ഥാനങ്ങളിലും വളർത്തണമെന്നാണ് ഇവർ ഇതിനകത്ത് ഒരു രേഖ പറയുന്നത്. കേരളം മോഡൽ എന്തെന്ന് വളർത്താൻ? കേരളം തെണ്ടി കുത്തുവാള എടുത്ത് പിച്ചപാത്രം എടുത്ത് ഒരു വ്യവസായവും വാണിജ്യവും ഇല്ലാതെ ജനങ്ങളെല്ലാം തെരുവിലാണ് സമരമായിട്ട്. ആ മോഡൽ ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കണം എന്നാണ് ഇവർ പറയുന്നത്. ഇവർ കുറേ നാൾ അടുപ്പിച്ച് ഭരിച്ച ബംഗ്ലാദേശിലെ അവസ്ഥ നമ്മൾ കാണുന്നതാണ്. അവിടുത്തെ ആളുകൾ പണി കിട്ടാനായിട്ട് ഇപ്പോൾ കേരളത്തിൽ വന്ന് പൊറോട്ട അടിക്കുകയാണ്. ആ അവസ്ഥയിൽ അവർ പറയുന്നത് കേരള മോഡൽ ഇനി രാജ്യം മുഴുവൻ ആക്കണമെന്ന്. എന്തൊരു ഉളുപ്പില്ലായ്മയാണ് ഈ പറയുന്നത്. പിന്നെ സഖ്യങ്ങളുടെ പേര് പറഞ്ഞ് വ്യക്തിത്വം ബലി കഴിക്കരുതെന്നാണ് മറ്റൊരു കാര്യം പറയുന്നത്. സഖ്യങ്ങളുടെ പേര് പറഞ്ഞിട്ടാണല്ലോ ഇവർക്ക് ഈ 2-3 സീറ്റ് ഇപ്പോൾ പാർലമെൻറ്റിൽ കിട്ടിയത്. ഇവർ ഒറ്റയ്ക്ക് നിന്നിരുന്ന ഇവർക്കൊരു പൊടിയെങ്കിലും ഈ ഇന്ത്യ രാജ്യത്ത് കിട്ടുമോ? ഇവർ ഈ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് ഈ കോൺഗ്രസിൻ്റെ മുതുകത്ത് കയറി നടന്നിട്ടല്ല ഈ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയും വെച്ച് പ്രിയങ്ക ഗാന്ധിയുടെ ഫോട്ടോയും വെച്ച് ഇവർ നടന്നുകൊണ്ടാണല്ലോ ഇവർക്ക് ഈ 2-3 സീറ്റ് കിട്ടിയത്. അതിനിപ്പോൾ പറയുന്ന ഈ കൂട്ടുകെട്ടിൻ്റെ കാര്യം പറഞ്ഞ് സ്വന്തം വ്യക്തിത്വം ബലികഴിക്കരുത്. ഇവർ വ്യക്തിത്വം ബലികഴിക്കാതെ ഒറ്റയ്ക്ക് നിന്ന് നോക്കട്ടെ, ഇന്ത്യയിൽ ഒരു പാർലമെൻറ്റ് വരേണ്ട. പിന്നെ ഇവർക്ക് എത്ര സീറ്റ് കിട്ടുമെന്ന് അന്നേരം അറിയാം. പിന്നെ സ്ത്രീകളുടെ അവകാശ സംരക്ഷണം പാർട്ടി നേരിട്ട് ഏറ്റെടുക്കണമെന്ന് തന്നെ പറയും. എന്തൊരു ഉളുപ്പില്ലായ്മയാണിത്. എത്രയോ സ്ത്രീ സംഘടനകളാണ് സമരമായിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ വാതിൽക്കൽ കിടക്കുന്നത്. അവരുമായിട്ടൊന്ന് നേരെ ചർച്ച ചെയ്യാനും അവരെ പരിഹസിക്കാതിരിക്കാനുമുള്ള മാന്യത പോലും ഇവർക്കില്ല. അങ്ങനെ അവർ തെറിയാണ് പറയുന്നത്. ഇത്രയും തെറികേട്ട ഒരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഈ സ്ത്രീകളെല്ലാം ഇരുന്ന് മുഖ്യമന്ത്രിയെ പച്ച തെറിയാണ് വിളിക്കുന്നത്. ആ തെറി വിളിക്കുമ്പോൾ അവർ പറയുകയാണ്
മറ്റേ സ്ത്രീകളുടെ അവകാശ സംരക്ഷണം പാർട്ടി നേരിട്ട് ഏറ്റെടുക്കണമെന്ന്. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കുളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ഇവരുടെ ഈ നെറുകേടും പാർട്ടിക്കാരിൽ നിന്ന് ഏൽക്കുന്ന ക്രൂര പീഡനങ്ങളും കൊണ്ട് മനംനൊന്ത് അവർ മറ്റേ കുളിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് പ്രതിഷേധിക്കുകയാണ്. അവർ പറയുന്നു അവകാശ സംരക്ഷണം പാർട്ടി നേരിട്ട് ഏറ്റെടുക്കുമെന്ന്. ഇത് കൂടുതൽ ഇവർ നേരിട്ട് എന്തെന്നാണ് ഏറ്റെടുക്കാനുള്ളത്? ഇത്രയും ഉളുപ്പില്ലായ്മ ഏതായാലും സമ്മതിച്ച് കൊടുത്തേ പറ്റൂ. ഈ തൊലിക്കട്ടിയുടെ കാര്യത്തിൽ കാണ്ടാമൃഗങ്ങളെയൊക്കെ ഇവർ ബഹുദൂരം മുന്നിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ കാർട്ടൂൺ അവസാനിക്കുകയാണ്. എല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടാകുമെന്ന് കരുതുന്നു. ഈ സൂം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് വലുതാക്കി കാണിക്കാൻ പറ്റിയിട്ടില്ല. അത് ഈ മറ്റേ ഫോണിനുണ്ടായ ചില തകരാറുകളാണ്. എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു. ഈ ആഴ്ചത്തെ കാർട്ടൂണിൽ നിന്ന് അങ്ങനെ വിട പറയുന്നു. കാർട്ടൂണിസ്റ്റ് ഹക്കു.